രാജ്യത്ത് കഫ് സിറപ്പ് കഴിച്ച ചികിത്സയിലായിരുന്ന ഒരു കുട്ടി കൂടി മരിച്ചിരിക്കുന്നു. മധ്യപ്രദേശിലാണ് 4 വയസ്സുകാരി മരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കുട്ടി. ഇതോടെ കഫ് സിറപ്പ് മരണം 25ലേക്ക് ഉയർന്നു. PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, ഒരു കുഞ്ഞുകൂടി മരിക്കുന്നു, അതിന്റെ വിശദാംശങ്ങളും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ, അന്വേഷണം ഒക്കെ എങ്ങനെ നടക്കുന്നു? ധന്യ, മധ്യപ്രദേശിൽ കഫ് സിറപ്പ് കഴിച്ചതിനെ തുടർന്ന് 5 കുട്ടികൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. അതിൽ ആ ഗുരുതരാവസ്ഥയിൽ ഉണ്ടായിരുന്ന 4 വയസ്സുകാരിയാണ് കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയത്. ഇതോടുകൂടി രാജ്യത്ത് 25 കുട്ടികളാണ് കഫ് സിറപ്പ് കഴിച്ചതിനെ തുടർന്ന് മരിച്ചത്. മധ്യപ്രദേശിൽ 22-ഉം അതുപോലെ തന്നെ രാജസ്ഥാനിൽ 3 കുട്ടികൾക്കുമാണ് ജീവൻ നഷ്ടമായത്. തുടർ നടപടികൾ സ്വീകരിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും മുന്നോട്ട് പോവുകയാണ്. ഇനിയും 4 കുട്ടികൾ ഗുരുതരാവസ്ഥയിൽ മധ്യപ്രദേശിലെ ചിന്ദ്വാഡയിൽ ചികിത്സയിലുണ്ട്. എന്തായാലും കർശന നടപടി തുടരുമെന്ന് തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ഈ കോൾഡ്രിഫ് കഫ് സിറപ്പ് നിർമ്മാതാക്കളെ അറസ്റ്റ് ചെയ്യുകയും നിലവിൽ കോൾഡ്രിഫ് കഫ് സിറപ്പ് നിർമ്മാതാവ് ജുഡീഷ്യൽ കസ്റ്റഡിയുമാണ്. ഇയാളുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുമെന്നും അതുപോലെ തന്നെ കൂടുതൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിൽ കർശന പരിശോധന വേണം. കാരണം ചുമമരുന്നുകൾ ഇത്തരത്തിൽ അനിന്തരമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, വൃത്തിഹീനമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഈ ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ അടക്കമുള്ള സാധനങ്ങൾ അമിതമായി ഉപയോഗിക്കാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെയാണ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ചികിത്സയിലുണ്ടായിരുന്ന 4 വയസ്സുകാരിക്ക് കൂടിയാണ് ജീവൻ നഷ്ടമായത്. അതേസമയം ബാക്കി ചികിത്സയിലുള്ള 4 കുട്ടികൾക്കും മതിയായ ചികിത്സകൾ നൽകുമെന്നും അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം നൽകി വരികയാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും മധ്യപ്രദേശിൽ ഇപ്പോഴും ആശങ്ക തുടരുകയാണ്. ശക്തമായ പരിശോധനയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നു. ശരി.